ബിഗ് ബോസ് സീസൺ 7 ലൈവ് അപ്ഡേഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ജയിൽ നോമിനേഷൻ കഴിഞ്ഞിരിക്കുകയാണ്. ജയിലിലേക്ക് പതിവ് പോലെ തന്നെ അനീഷാണ്. 4 വോട്ടുകൾ നേടിക്കൊണ്ട് അനീഷ് തന്നെ ഈ പ്രാവശ്യം ജയിലിൽ. കാരണം നേർച്ചക്കോഴി വീട്ടിലുള്ളിടത്തോളം കാലം ആ നേർച്ചക്കോഴിയെ മാത്രമല്ലേ നമ്മൾ കൊടുക്കത്തുള്ളൂ എന്ന് പറഞ്ഞ പോലെ തന്നെ ഈ പറയുന്ന ബിഗ് ബോസ് സീസൺ 7 മത്സരാർത്ഥികൾക്ക് ഒരേ ഒരു നേർച്ചക്കോഴി അത് അനീഷാണ്. അവിടെ ഏറ്റവും കൂടുതൽ ടാസ്കിൽ തെറ്റ് കാണിച്ച, കള്ളം കാണിച്ച, ബിഗ് ബോസിനോട് പോലും തെറ്റ് കാണിച്ച ആര്യൻ നിൽക്കവേ ആര്യനെ നോമിനേറ്റ് ചെയ്യാതെ അനീഷിനെ വീണ്ടും നോമിനേറ്റ് ചെയ്തിരിക്കുന്നു. ഇവിടെ പല വൃത്തികേടും കാണിച്ചവന്മാർ അതിൻ്റെ അകത്തുണ്ട്. അവരെ ആരെയും നോമിനേറ്റ് ചെയ്യുന്നില്ല. അതായത് ടാസ്കിൽ പോലും കളിക്കാത്തവരുണ്ട്, അവരെ ഒന്നും നോമിനേറ്റ് ചെയ്യുന്നില്ല. ഓക്കെ, ആദ്യം അനീഷ് വന്നു, ആര്യനെ അനുമോളെ നോമിനേറ്റ് ചെയ്തു. വ്യക്തമായ കാരണങ്ങളാണ് രണ്ടു പേർക്കും വേണ്ടി പറഞ്ഞത്. രാവിലെ ടോയ്ലറ്റിൽ പോയിട്ട് ഫ്ലഷ് അടിക്കാതെ വന്ന കാര്യം ചൂണ്ടിക്കാണിച്ച അനീഷ് കാര്യം മെയിൻ ക്യാപ്റ്റനോട് പറഞ്ഞപ്പോൾ മെയിൻ ക്യാപ്റ്റൻ പറയുന്ന ടോയ്ലറ്റ് ക്യാപ്റ്റനോട് പറഞ്ഞു. ടോയ്ലറ്റ് ക്യാപ്റ്റനായിട്ടുള്ള ആര്യൻ ആ നോക്കി പറഞ്ഞത് അനീഷിൻ്റെ മുഖത്ത് തന്നെയാണ്. അതിനെ അനീഷിൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞിട്ട് നോക്കിയല്ല മറ്റുള്ളവരെ നോക്കിയാൽ പറഞ്ഞതെന്ന് തെറ്റിദ്ധരിപ്പിക്കുന്ന അക്ബർ, അതോടൊപ്പം തന്നെ സാവുമാൻ തുടങ്ങിയ ആൾക്കാർ എല്ലാവരും ഇത് തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് അനീഷിൻ്റെ മണ്ടയ്ക്കോട്ട് എടുത്തിടും. ഈ പറയുന്ന ബിഗ് ബോസ് തന്നെ ഒരു ദിവസം പറഞ്ഞിരുന്നു, പണിയും പണിഷ്മെൻറ്റും ഞാൻ കൊടുത്തോളാമെന്ന് പറഞ്ഞപ്പോഴും അത് അനീഷിനെ കുറിച്ചാണ് പറഞ്ഞതെന്ന് പറയുന്നു. അങ്ങനെ തുടങ്ങി അനീഷിനെ എല്ലാത്തിലും അവർ വലിച്ചിടുന്നതാണ് ചെയ്യുന്നത്. ഓക്കെ, രണ്ടാമത് വന്ന് ആര്യൻ വന്ന് നോമിനേറ്റ് ചെയ്തത് അനീഷിനെയാണ്. അനുമോളെ നോമിനേറ്റ് ചെയ്തു. അനീഷ് തെറ്റിദ്ധരിപ്പിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് നോമിനേറ്റ് ചെയ്തത്. മൂന്നാമത് ഷാനവാസ് വന്ന് ആര്യനെ അനുമോളെ നോമിനേറ്റ് ചെയ്തു. ആദില വന്ന് അനീഷിനെ അനുമോളെ നോമിനേറ്റ് ചെയ്തു. അനീഷ് എന്തോ ഫേവറിസം കാണിക്കുന്നു എന്ന രീതിയിലും തെറ്റിദ്ധരിപ്പിക്കുന്നു എന്ന രീതിയിലുമാണ് ആദില നോമിനേറ്റ് ചെയ്തിരിക്കുന്നത്. നന്ദിയില്ലാത്തവനാണെന്നൊക്കെയാണ് പറഞ്ഞേക്കുന്നത്. അനുമോളെ വന്നിട്ട് നെവിനെയും അക്ബറിനെ നോമിനേറ്റ് ചെയ്തു. നൂറ വന്നിട്ട് അനുമോളെയും ഷാനവാസിനെയും നോമിനേറ്റ് ചെയ്തു. നെവിൻ വന്ന് അനുമോളെയും സാബുമാനെയും നോമിനേറ്റ് ചെയ്തു. ലക്ഷ്മി വന്ന് അനുമോളെയും അക്ബറിനെയും നോമിനേറ്റ് ചെയ്തു. സാബുമാൻ വന്ന് അനീഷിനെയും അനുമോളെയും നോമിനേറ്റ് ചെയ്തു. അക്ബർ വന്ന് അനീഷിനെയും അനുമോളെയും നോമിനേറ്റ് ചെയ്തു. അങ്ങനെ വോട്ടുകൾ ഏറ്റവും കൂടുതൽ അനുമോക്കാണ്, 9 വോട്ട്. 4 വോട്ട് നേടി അനീഷ്. ഇവർ രണ്ടുപേരുമാണ് ഈ ആഴ്ച ജയിലിലേക്ക് പോകുന്നത്. അത് നമുക്കറിയാം, ഈ ആഴ്ച അനീഷ് തന്നെ ആയിരിക്കും എന്നുള്ളത് കൃത്യമാണ്. ഇപ്പോൾ 5ാമത്തെ തവണയാണ് അനീഷ് ജയിലിലേക്ക് പോകുന്നത്. ഇനി എന്തൊക്കെ നടക്കും നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. കൂടുതൽ ബിഗ് ബോസ് ലൈവ് അപ്ഡേഷൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.